കോട്ടയം ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെത്തുന്നവർ തെരുവ് നായ്ക്കളെ പേടിച്ചു വേണം ദർശനം നടത്താൻ. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ കെട്ടിനകത്തുള്ള ദേവസ്വം ബോർഡ് കെട്ടിടം പോലും കൈയടക്കി വാഴുകയാണ് തെരുവ് നായ്ക്കൾ. ക്ഷേത്ര പരിസരത്ത് ആളുകൾക്ക് കടിയേറ്റ സംഭവങ്ങൾ സമീപകാലത്തുണ്ടായി. പഞ്ചായത്ത് ഓഫീസിലടക്കം വിഷയം അറിയിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ദിവസവും നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലെ കാഴ്ചയാണിത്. തെരുവ് നായ്ക്കളുണ്ട്, സൂക്ഷിക്കുക എന്നൊരു ബോർഡ് ക്ഷേത്രത്തിന്റെ മതിലിന് വെളിയിൽ സ്ഥാപിക്കേണ്ട സ്ഥിതിയാണിവിടെ. ഒരു നായ സകുടുംബം ഇവിടെ താമസമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തി വന്നിരുന്നയാൾക്ക് കഴിഞ്ഞ ദിവസം ഈ നായയുടെ കടിയേൽക്കുകയും ചെയ്തു. ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു പാവമനുഷ്യനാണ്. പുള്ളി ഇച്ചിരി സുഖമില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കടിച്ചു കയറിയാണ്ട് അദ്ദേഹത്തിൻ്റെ മുണ്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അകത്ത് തൊഴാൻ വന്ന ഒരു വ്യക്തിനെ 2 ദിവസം മുമ്പ് ഇങ്ങനെ കടിച്ചായിരുന്നു. ഇഷ്ടം പോലെ പട്ടികളാണ്. മുൻപും പലരും ഈ ക്ഷേത്ര പരിസരത്ത് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ടെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. വിഷയം പഞ്ചായത്ത് അധികൃതരുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല. ഇവിടെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പിള്ളേരെയും അതുപോലെ മുതിർന്ന ആൾക്കാരെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെയും കടിക്കുന്നുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിലും അതുപോലെ വേണ്ടപ്പെട്ട അധികാരികളെയും എല്ലാം അറിയിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് വീണ്ടും ഒരു പട്ടിശല്യം രൂക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. കുടയമ്പടി ഐമനം റോഡിൽ പല ഭാഗങ്ങളിലും തെരുവുനായ്ക്കൾ തമ്പടിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ ഇവ പലപ്പോഴും കുരച്ചുകൊണ്ട് പാഞ്ഞെത്താറുമുണ്ട്. റോഡിലെ വളവിൽ കുറുകെ ചാടുന്ന നായ്ക്കളെ ഇടിച്ച ശേഷം ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയ സംഭവങ്ങളും നിരവധിയാണ്. ഈ ഭാഗത്തെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവനും തെരുവുനായ്ക്കൾ ഭീഷണിയാവുകയാണ്. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പശ്ചാത്തലത്തിൽ ഐമനത്തെ തെരുവുനായ്ക്കളെ തുരത്താൻ സർക്കാരോ പഞ്ചായത്തോ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം.